ഈശ്വമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ആണ്ടുവട്ടത്തിലെ 18ാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച, മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. കാനാൻകാരിയുടെ വിശ്വാസം എന്നാണ് ഈ ഭാഗത്തിന്റെ തലക്കെട്ട്. കാനാൻകാരിയുടെ വിശ്വാസം വളരെ വലുതാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഇതിന്റെ വിശ്വാസം വലുതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ അവൾക്ക് അനുഗ്രഹം നൽകുന്നതോടുകൂടിയാണ് ഈ സംഭവം അവസാനിക്കുന്നത്. ഒരു വിജാതീയ സ്ത്രീ, ഇസ്രായേൽ ജനത്തിന് വേണ്ടി മാത്രമാണ് ഈ രക്ഷകൻ കടന്നു വരുന്നത് എന്നുള്ള വിശ്വാസത്തിലൊക്കെ, അല്ലെങ്കിൽ മിശിഹ കടന്നു വരുന്നത് ഇസ്രായേലിലെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമാണെന്നൊക്കെ വിശ്വസിച്ചിരുന്ന ഒരു വിശ്വാസ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് രക്ഷകൻ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് എന്ന് സൂചിപ്പിക്കുന്ന, ഈശോ വ്യക്തമാക്കുന്ന വചനഭാഗമാണ്, ഈ സംഭവമാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുക. പ്രത്യേകിച്ച് ഇത് മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തപ്പെടുന്ന സംഭവമാണ്. മർക്കോസിന്റെ സുവിശേഷത്തിൽ കൂടി നമുക്കിത് കാണാൻ സാധിക്കും. ഈ യഹൂദ പാരമ്പര്യത്തിൽ നിന്നും ക്രിസ്തു മതത്തിലേക്ക്, ക്രിസ്തു ശിഷ്യരായി തീർന്ന മനുഷ്യർക്ക് വേണ്ടിയാണ് ഈ സുവിശേഷം രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ് നമ്മളുടെ പഠനം അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇരിക്കല് അവർക്ക് ഒരു വ്യക്തമായൊരു കാഴ്ചപ്പാട് കൊടുക്കുകയാണ്. ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് വേണ്ടി മാത്രമല്ല, അവരെ രക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല മിശിഹ വന്നിരിക്കുന്നത്, എല്ലാവർക്കും വേണ്ടിയാണ്. ഇവിടെ ഈ കാനാൻകാരി എന്ന് പറയപ്പെടുന്ന വിജാതീയായ ഒരു സ്ത്രീയുടെ വിശ്വാസത്തെ കൃത്യമായും പരീക്ഷിച്ചുകൊണ്ട്, അവളുടെ വിശ്വാസത്തെ പരീക്ഷിക്കുക എന്നതിനുപരി അവളെയും യേശുവിനെയും ചുറ്റും നിൽക്കുന്ന ആ യഹൂദരെ മുഴുവനും കൃത്യമായ ഒരു പുതിയ പാഠത്തിലേക്ക് യേശുവിനാൽ നയിക്കപ്പെടുകയാണ്. അതായത് ഈ രക്ഷകൻ വന്നിരിക്കുന്നത് സകലരുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണ്. ഇവളുടെ പ്രാർത്ഥനയിൽ തുടങ്ങുന്നു, ഇവളുടെ അപേക്ഷയിൽ തുടങ്ങുന്നു ആ പാഠങ്ങൾ. കാരണം അവൾ വന്ന അന്ധനായ ബർത്തിമേയുസിന്റെ മനോഹരമായ പ്രാർത്ഥനയാണ് ഈ കാനാൻകാരി സ്ത്രീയും ഇവിടെ ഉരുവിടുന്നത്. കർത്താവേ, ദാവീദിന്റെ പുത്ര, എൻ്റെ മേൽ കരുണയായിരിക്കണമേ. ലോർഡ് സൺ ഓഫ് ഡേവിഡ്, ഹാവ് മേഴ്സി ഓൺ മീ. ബൈബിളിലെ സുവിശേഷത്തിലെ ഏറ്റവും മനോഹരമായ പ്രാർത്ഥന. അതായത് അതിനകത്ത് വ്യക്തമായിട്ടും ക്രിസ്തുവിന്റെ ദൈവീകമായ അധികാരം, സകലത്തിനുമേൽ അധികാരം ഉള്ളവനാണ് ഈശോ എന്ന് അവതരിപ്പിക്കുന്ന രാജകീയ അധികാരം, ദാവീദിന്റെ പുത്രൻ എന്ന് പറയപ്പെടുന്ന ടൈറ്റിൽ വിളിച്ചുകൊണ്ടാണ് എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് അവള് വിളിച്ചു പറയുന്നത്. ഇങ്ങനെ ഈശോ ശ്രദ്ധിക്കാതെ നടന്നു പോവുകയാണ്. വചനം പറയുന്നത് ഇങ്ങനെയാണ്: ഒരു വാക്ക് പോലും ഉത്തരം പറയാതെ പോവുകയാണ്. ശിഷ്യന്മാർ പറഞ്ഞ് അവൻ എന്തെങ്കിലും ചെയ്ത് പറഞ്ഞയക്ക്, ശല്യം ചെയ്യണം, അവൾ ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോഴാണ് ഈശോ അവളോട് ഇപ്രകാരം പറയുന്നത്: ഇസ്രായേലിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്കാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഇസ്രായേൽ ജനം മുഴുവൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിന് പുറത്തുള്ള ഒരാൾക്ക് ഞാൻ എങ്ങനെ അനുഗ്രഹം കൊടുക്കും? എന്നിട്ട് ഈശോ ഒരു ഇമേജറി കൂടി പറയുകയാണ്, ഒരു ഉപമ കണക്ക് ഈശോ പറയുകയാണ്. അത് ഈ യഹൂദര് വിജാതീയരെ പട്ടികളായിട്ടൊക്കെ കരുതിയിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈശോ അവരെ ചലഞ്ച് ചെയ്യുന്ന രീതിയിൽ ഈശോ പറയുകയാണ്: മക്കൾക്കുള്ള അപ്പം ഇസ്രായേൽ ഭവനത്തിന് എന്നാൽ മക്കൾക്കുള്ള അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമാണ്. നായ്ക്കൾ എന്ന് പറയുന്ന, കേർണൽ എന്നൊക്കെ പറയപ്പെടുന്ന ഒരു വാക്ക് യഥാർത്ഥത്തിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് തെരുവ് പട്ടി എന്നുള്ളതിന് പകരം വീട്ടിൽ വളർത്തുന്ന കുഞ്ഞിപ്പട്ടി എന്ന രീതിയിൽ, നായ്ക്കുട്ടി എന്ന രീതിയിലാണ്. നമ്മുടെ പുതിയ ട്രാൻസ്ലേഷനിലെ നായ്ക്കുട്ടികൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈശോ അവിടെ ആ വാക്ക് ഉപയോഗിക്കുമ്പോഴും അവിടെ ഒരു മാന്യത സൂക്ഷിച്ചു എന്നുള്ളത് വ്യക്തമാണ്. അങ്ങനെ വെറുതെ അവളെ ഇങ്ങനെ തെരുവ് പട്ടിയാക്കി കളയല്ല, പട്ടിക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ, പട്ടിക്കുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈശോ അതിന് ഇത്തിരി അത് മാന്യമായിട്ട് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് സുവിശേഷങ്ങൾ മത്തായി രേഖപ്പെടുത്തുന്നു. അവിടെ അവളുടെ തിരിച്ചുള്ള മറുപടിയാണ് ഈശോയെ അതിശയിപ്പിക്കുന്നത്, ഈശോയെ അത്ഭുതപ്പെടുത്തുന്നത്. അവൾ തിരിച്ചു പറയുന്നതിനാണ്: മക്കൾക്കുള്ള അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കാമെന്ന് ചോദിക്കുമ്പോൾ ഇവള് തിരിച്ചു പറയുകയാണ്: അതേ കർത്താവെ, നായ്ക്കുട്ടികൾ പോലും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ, യജമാനന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നുന്നു. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ യജമാനന്റെ മേശയിൽ നിന്നും അപ്പക്കഷ്ണം എങ്ങനെ താഴേക്ക് വന്നു? രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഈ
മേശയ്ക്ക് ചുറ്റും വിരുന്നിനിരുത്തിയിരിക്കുന്ന ആളുകൾ, വിരുന്നുണ്ണാനിരിക്കുന്ന ആൾക്കാർ അലക്ഷ്യമായിട്ട് ഇത് കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ട, നന്ദിയില്ലാതെ അലക്ഷ്യമായിട്ട് കൈകാര്യം ചെയ്തതിന്റെ പേരിലാണ് ഈ അപ്പകഷ്ണം താഴെ പോകുന്നത്. നമ്മളൊരു ഇതിനോട് ചേർത്ത് വെച്ചൊരു വിരുന്നിന്റെ ഉപമ നമുക്ക് ഓർത്തെടുക്കാനായിട്ട് സാധിക്കും. ഒരു വിരുന്നൊരുക്കിയിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ടവരെല്ലാം വിളിക്കുകയാണ്. അവരാരും വിരുന്നുണ്ണാൻ വരുന്നില്ല, അവരെല്ലാം അവരവരുടെ വഴിക്ക് പോവുകയാണ്. ഒരാൾ ഒരു പറമ്പ് വാങ്ങിച്ചു, ഒരാൾ കാളയെ വാങ്ങിച്ചു, ഒരാൾ വിവാഹം കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പല വഴിക്ക് പോവുകയാണ്. അപ്പോൾ യജമാനൻ പറയാണ്, നീ പോയി തെരുവീതികളിലും ഊട് വഴികളിലൊക്കെ കാണുന്ന സകലരെയും വിളിച്ചുകൊണ്ട് വരിക. അവർക്കുള്ളതാണ് ഈ വിരുന്ന് എന്ന രീതിയിൽ പറയുന്ന ഒരു ഉപമ നമ്മൾ വായിക്കുന്നുണ്ട് സുവിശേഷത്തിലും. ആ കഥയുമായിട്ട് നമുക്കിത് ചിന്തിക്കാൻ സാധിക്കും. ഈ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവര്, അതായത് തിരഞ്ഞെടുക്കപ്പെട്ട ജനം, അവരിത് കൃത്യമായും ആദരവോടും ഭക്തിയോടും കൂടി കൈകാര്യം ചെയ്യുന്നില്ല. അപ്പോൾ അവർക്ക് കിട്ടേണ്ട വലിയ അനുഗ്രഹങ്ങളൊക്കെ അവരത് ഭക്തിയോടുകൂടി സ്വീകരിക്കാത്തത് കൊണ്ട് മറ്റുള്ളവരിലേക്ക് പോകുന്നു എന്ന് പറയുന്ന ഒരു കാര്യം നമുക്കവിടെ ആ ഉപമയായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കാൻ സാധിക്കും. നമുക്ക് മാറ്റിവെക്കാം. വേറൊരു കാര്യം കൂടി നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതാണ്, ഈ മേശയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഈ യജമാനന്റെ മേശയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഇതൊരു ഓവർഫ്ലോയിങ് ടേബിൾ ആണ്, നിറഞ്ഞു കവിയുന്ന മേശ, കരുണ നിറഞ്ഞു കവിയുന്ന യജമാനന്റെ മേശ. അങ്ങനെയാണ് നമ്മൾ ഇതിന് മേശയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഇത് ഈ യേശുവിന്റെ മേശയാണ്, ഇത് യേശുവിന്റെ വിരുന്ന് മേശയാണ്. യേശുവിന്റെ വിരുന്ന് മേശയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതിങ്ങനെ നിറഞ്ഞു കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കും, കരുണ നിറഞ്ഞു കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കും. നമ്മൾ അതിനെ ഓർക്കേണ്ട കാര്യം 2 ദിവസം മുമ്പ് നമ്മൾ ചിന്തിച്ച സുവിശേഷഭാഗം തന്നെയാണ്. അതായത് 5 അപ്പം 5000 പേർക്ക് വേണ്ടി വർദ്ധിപ്പിച്ച് നൽകി അവരെല്ലാം ഭക്ഷിച്ച് തൃപ്തരായി കഴിഞ്ഞ് ബാക്കി വന്നത് 12 കുട്ട നിറയെ ശേഖരിച്ചു വെച്ചു. നിറഞ്ഞു കവിഞ്ഞൊഴുകിയ അതിങ്ങനെ പുറത്തേക്ക് ഒഴുകുന്ന കരുണ, അതാണ് നമുക്ക് കാണാൻ സാധിക്കുക. ആ തിരുവിലാവിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്ന, നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന കരുണ ആണ് നമ്മൾ മനസ്സിലാക്കുക. ഓവർഫ്ലോയിങ് ടേബിൾ ഓഫ് ദിസ് മാസ്റ്റർ, ഈ യജമാനന്റെ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന, കരുണ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന മേശ. ഇങ്ങനെയാണ് നമ്മൾ ഈ മേശയെക്കുറിച്ച് മനസ്സിലാക്കുക. അപ്പൊ അതാണ് അവരിലൂടെ പറയുന്നത്, അതേ കർത്താവെ, നായ്ക്കുട്ടികൾ പോലും യജമാനന്റെ മേശയിൽ നിന്നും വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ, അതിങ്ങനെ നിറഞ്ഞു കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു റെഫറൻസ് നമുക്ക് ചിന്തിക്കാം. ഈ റെഫറൻസ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ റെഫറൻസ് നമ്മൾ സങ്കീർത്തനം 23 തന്നെയാണ്. സങ്കീർത്തനം 23 നമ്മൾ വായിക്കുന്നത്, യഥാർത്ഥത്തിൽ ആ വാക്യം നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ്: You prepare a table before me in the presence of my enemies. You anoint my head with oil. My cups run over. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുകയാണ്. ആ മേശപ്പുറത്തിരിക്കുന്ന എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുകയാണ്. ഏത് മേശ? എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ അങ്ങ് ഒരുക്കിയിരിക്കുന്ന മേശ, വിരുന്ന് മേശ. ആ മേശപ്പുറത്തിരിക്കുന്ന പാനപാത്രം കവിഞ്ഞൊഴുകുകയാണ്. ഇപ്പം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന പാനപാത്രം വെച്ചിരിക്കുന്നൊരു മേശയെക്കുറിച്ചാണ് നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നത്. രണ്ടാമതൊരു സൈറ്റേഷൻ എന്ന് പറയുന്നത് ഏശയ്യ സങ്കീർത്തനം 23:5 ഏശയ്യ 25:6. ഏശയ്യ 25:6 പറയുന്നതാണ്: ഈ പർവ്വതത്തിൽ സർവ്വജനതകൾക്കും വേണ്ടി സൈന്യങ്ങളുടെ കർത്താവ് ഒരു വിരുന്നൊരുക്കും, ഒരു മേശ ഒരുക്കും. മജ്ജയും കൊഴുപ്പും മുറ്റിയ വിഭവങ്ങളും മേൽത്തരം വീഞ്ഞുമുള്ള വിരുന്ന്. ആർക്കാണ് വിരുന്നൊരുക്കുന്നത് പറയുന്നത്? സർവ്വജനതയ്ക്കും വേണ്ടിയുള്ള വിരുന്നൊരുക്കും എന്ന് പറയുന്നത്. സർവ്വജനതയ്ക്കും വേണ്ടിയുള്ള വിരുന്ന്. അതിങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, അക്രൈസ്തവർക്ക് വേണ്ടി കൂടിയുള്ള ഒരു വലിയ വിരുന്ന് ഒരുക്കപ്പെടാൻ പോവുകയാണ്. വീണ്ടും നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിലെ 8-ാം അധ്യായത്തിലെ 11-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ വീണ്ടും ഈ വിരുന്നിനെ കുറിച്ച് പറയുകയാണ്: വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും നിരവധി ആളുകൾ വന്ന് അബ്രാഹത്തിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ വിരുന്നിനിരിക്കും. നിത്യതയിലെ വിരുന്നിനും ഈ പറയുന്ന ഒരു അനുഗ്രഹമുണ്ട്. അവിടെയും അതിർവരമ്പുകളില്ല. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നീ പൂർവ്വപിതാക്കന്മാരോടൊപ്പം ഈ വിജാതീയരെല്ലാം വന്ന് ആ സ്വർഗരാജ്യത്തിൽ വിരുന്ന് അനുഭവിക്കും. അവിടെ ഒരു ബൗണ്ടറി ഇല്ല എന്ന് പറയുന്ന, നിറഞ്ഞു കവിയുന്നൊരു മേശ നിത്യതയിലുമുണ്ട് എന്ന് ഓർപ്പിക്കുന്നതാണ് നമുക്ക് സുവിശേഷത്തിൽ വായിക്കാൻ സാധിക്കും. വെളിപാട് പുസ്തകം 19-ാം അധ്യായത്തിലെ 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോഴും അവിടെ പറയുന്നതാണ്: ദൂതൻ എന്നോട് പറഞ്ഞു, എഴുതുക, കുഞ്ഞാടിന്റെ വിവാഹ വിരുന്നിന് വിളിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. അവർ വീണ്ടും പറഞ്ഞു, ഇവ ദൈവത്തിന്റെ സത്യവചസ്സുകളാണ്. കുഞ്ഞാടിന്റെ വിവാഹ വിരുന്നിന് വിളിക്കപ്പെട്ടവർ, അതെല്ലാവരും ഉണ്ട് എന്നുള്ളതാണ്. എല്ലാവർക്കും വേണ്ടിയുള്ള അപ്പം എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുക. whoever comes to me and eat from me എന്നാ പറയുന്നത്. ആരെല്ലാം വന്ന് എന്നിൽ നിന്ന് ഭക്ഷിക്കുന്നു അവർക്കെല്ലാം
പിന്നീട് വിശപ്പുണ്ടായിരിക്കില്ല, പിന്നീട് ദാഹം ഉണ്ടായിരിക്കില്ല എന്ന് ഉറപ്പ് നൽകുന്ന സുവിശേഷം നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ ജീവന്റെ അപ്പത്തെ കുറിച്ച് പറയുമ്പോഴും ആ നിറഞ്ഞു കവിയുന്ന സ്നേഹം, കരുണ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സ്ത്രീ ഈശോയെ തിരിച്ചറിഞ്ഞ സ്ത്രീയാണ്. ഇതാണ് എൻ്റെ പ്രത്യേകത. ഈ സ്ത്രീ വലിയ വിശ്വാസത്തോടുകൂടി അവിടെ നിന്ന് ഈ വിശ്വാസം പ്രഖ്യാപിക്കും. ഈശോ പറയുകയാണ്, നിന്റെ വിശ്വാസം വലുതാണ് എന്ന് ഈശോ പറയുമ്പോൾ അതിനർത്ഥം നീ എന്നെ മനസ്സിലാക്കിയിട്ടാണ് വിശ്വസിക്കുന്നത്. നീ എന്നെ സമ്പൂർണ്ണമായിട്ട് മനസ്സിലാക്കി. നീ വന്ന് ആദ്യം വിളിച്ച വിളി തന്നെ കർത്താവേ ദാവീദിന്റെ പുത്രൻ എൻ്റെ മേൽ കനിയണമെന്നാണ്. ആ വിളി തന്നെ വളരെ പ്രധാനപ്പെട്ട. നീ പിന്നെ പറഞ്ഞയക്കാൻ പറ്റുന്ന രീതിയിൽ ആൾക്കാർ ഇടപെടുമ്പോഴും ഞാൻ നിന്നെ മൈൻഡ് ചെയ്യാതിരുന്നപ്പോഴും നീ പുറകെ നടന്ന് നിലവിളിക്കുന്നു. അത് നിന്റെ എന്നിലുള്ള ബോധ്യമാണ്. പിന്നെ ഈശോ പറയുകയാണ്, നീ പറഞ്ഞ ഈ വാക്യം ആ യജമാനന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണം, അതായത് നിറഞ്ഞു കവിയുന്നൊരു മേശ കർത്താവെ നിനക്കുണ്ട്, കരുണ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നൊരു മേശ നിനക്കുണ്ട്. ആ മേശയുടെ താഴെ കഷ്ണങ്ങൾ കാത്തിരിക്കുന്ന നായ്ക്കുട്ടിയാണ് ഞാൻ എന്ന് അവൾ വ്യക്തമാക്കിയ. അപ്പോൾ കർത്താവിൻ്റെ കരുണ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന മേശയാണ് നമ്മുടെ ബലം. അതായത് ആ വിരുന്നിലിരിക്കുന്നവരെല്ലാം വിശുദ്ധര, യോഗ്യര, പുണ്യപ്പെട്ടവരാ. അവരാണ് ഈ വിരുന്നിന്റെ മേശയിൽ ചുറ്റുമിരിക്കുന്നത് കർത്താവിനോടൊപ്പം. നമുക്കവിടെ ഇരിക്കാനുള്ള യോഗ്യതയില്ല. നമ്മളിങ്ങനെ ആ മേശയുടെ താഴെ കുത്തിയിരിക്കുന്ന ഒരു പട്ടി മാത്രമാണ്. പക്ഷേ ഈ മേശയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അത് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന കരുണയുടെ മേശയാണ്. ആ മേശയിൽ നിന്ന് ഒഴുകുന്ന കരുണ, ആ മേശയിൽ നിന്നും വീഴുന്ന കരുണയുടെ അപ്പക്കഷ്ണം നായ്ക്കുട്ടികളായ നമുക്ക് കിട്ടും, പാപികളായ നമുക്ക് കിട്ടും എന്നുള്ള ബോധ്യം, വിശ്വാസം. ഇതാണ് ക്രിസ്തുവിനെ തിരിച്ചറിയുന്നവന് മാത്രമേ ആ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന കരുണയുടെ മേശയ്ക്ക് ചുവട്ടിൽ കാത്തിരിക്കാനുള്ള ക്ഷമയുണ്ടായിരിക്കുകയുള്ളൂ. പ്രാർത്ഥനാപൂർവം അവൻ്റെ കരുണയും കാത്തിരിക്കാനുള്ള ക്ഷമയുണ്ടായിരിക്കുള്ളൂ. അതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ആ പട്ടിക്കുട്ടിയുടെ, ആ നായ്ക്കുട്ടിയുടെ ബോധ്യം, ഈ കാനാൻകാരി സ്ത്രീ പറയുന്ന പട്ടിക്കുട്ടിയെ പോലെ കാത്തിരിക്കുന്ന കർത്താവിന് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന കരുണയുടെ മേശയ്ക്ക് ചുവട്ടിലിരിക്കുന്ന ആ ഒരു എളിമ നിറഞ്ഞ, കാത്തിരിക്കാൻ മനസ്സുള്ള, പ്രാർത്ഥിച്ചിരിക്കുന്ന, ആദരവോടു കൂടിയിരിക്കുന്ന, അവനാണ് അധികാരി എന്ന ബോധ്യത്തോടു കൂടിയിരിക്കുന്ന നമ്മുടെ പ്രാർത്ഥനാ ജീവിതം നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹമായി യാചിക്കാം. ആ അനുഗ്രഹത്തിൽ മാത്രമേ നമുക്ക് ഈ ആത്മീയത മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ദൈവം അനുഗ്രഹിക്കട്ടെ.